നമ്മുടെ കൈക്കോ കാലിനോ എന്തെങ്കിലുമൊക്കെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? ഏതെങ്കിലുമൊക്കെ അലോപ്പതി മെഡിസിൻ തപ്പി പോകൂലേ? ബെറ്റാഡിനോ എന്തെങ്കിലുമൊക്കെ. പണ്ടുള്ളവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയോ? എൻ്റെ ബാല്യകാലത്തിൽ ഇതുപോലെയുള്ള എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ വീട്ടിൽ നട്ടു വളർത്തിയ ഒരു ചെടിയെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ തന്നെ ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട്. യെസ്, മുറുകൂട്ടിയില. എൻ്റെ ബാല്യത്തിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഔഷധ സസ്യം. ഇതിനെ ഞങ്ങൾ മുറുകൂട്ടിയില എന്നാണ് വിളിക്കുന്നതെങ്കിലും നമ്മളിപ്പോൾ ഗൂഗിളിൽ മുറുകൂട്ടിയില എന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ചെടിയുടെ പടമാണ് കിട്ടുന്നത്. ശിവമൂലി, വിഷപ്പച്ച, അയ്യപ്പന, മൃതസഞ്ജീവിനി എന്നൊക്കെ ഇതിന് പേരുകളുണ്ടെന്നാണ് പറയുന്നത്. ഈ ചെടി നിൽക്കുന്നിടത്ത് പാമ്പുകൾ വരില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നെനിക്കറിയില്ല കേട്ടോ. ഈ ചെടിക്ക് വിശല്യകരണി എന്നും പേരുണ്ട്. ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ രാമായണത്തിലാണ് ഈ ചെടിയെ പറ്റി പരാമർശിച്ചിട്ടുള്ളത്. ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രമേറ്റ് അബോധാവസ്ഥയിലായ ലക്ഷ്മണനെ രക്ഷിക്കാനായി ഹനുമാൻ ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്ന ഔഷധങ്ങളിൽ വിശല്യകരണിയുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആയുധങ്ങൾ ഉപയോഗിച്ചുണ്ടാവുന്ന മുറിവുണക്കാനാണ് ഈ ചെടി പ്രധാനമായും ഉപയോഗിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. ഈ ചെടിയുടെ ഇലകളാണ് നമ്മൾ മുറിവുണക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലകൾ പറിച്ച് അത് നമ്മൾ കയ്യിലിട്ട് ഞരടി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു നീര് വരും. അതാണ് നമ്മൾ മുറിവിലേക്ക് ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ അവിടെ നിന്നും പറിച്ച ആ ഇലകൾ രണ്ടും ഞരടുകയാണ്. കുറച്ച് സമയത്ത് ഒരു എഫേർട്ട് ഇതിന് ആവശ്യമുണ്ട്. അത് നല്ല പോലെ ഞരടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നീര് കിട്ടും. ഈ നീരാണ് നമ്മൾ ഔഷധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിൽ മുറിവുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം. കുറച്ച് സമയം നമ്മളങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. പണ്ട് കാലത്ത് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ്. പക്ഷേ ഇപ്പോൾ എത്ര വീടുകളിലുണ്ടെന്നോ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്നോ ചോദിച്ചാൽ നമുക്ക് വളരെ ചുരുക്കം ആളുകളുടെ പേരുകളെ പറയാനുണ്ടാവുള്ളൂ. നമ്മുടെ വീടുകളിലെ ഔഷധ സസ്യങ്ങളുടെ ഇടയിലേക്ക് ഇനി മുതൽ നമുക്ക് ഈ ചെടിയും കൂട്ടിച്ചേർക്കാം.